എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്ന് തേജ് എന്താ എത്ര ഹാപ്പി എന്ന് വെച്ചാലേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് പോണത് കൊപ്പത്തിലേക്കാണ് നമ്മള് പോണത്, സിൻഡിക്കേറ്റ് മാൾ. അപ്പൊ അവിടെ എന്താ വെച്ചാ കുറച്ച് സാധനങ്ങൾ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നോക്കണം. പിന്നെ തേജുവിന് സ്കൂള് തുറക്കായില്ല, അപ്പൊ ഓഫർ എന്തൊക്കെയുണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തേജുവിന് അവിടെ മാളില് കളിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചേരം അവനെ അവിടെ മൂവി പോകുമ്പോഴേ അവിടെ കണ്ടു, ഷോപ്പ് ശ്രദ്ധിച്ചു. അപ്പൊ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറി തന്ന് അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാണ്. പിന്നെ തേജുവിനുള്ള എന്താ കളിക്കുന്ന സാധനങ്ങൾ ഉച്ചയ്ക്ക് നേരത്തെ വന്നു അതാണ്. പിന്നെ എന്തായാലും സാധനം വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബൈക്കും എല്ലാ പ്രാവശ്യം നമ്മൾ സാധനം വാങ്ങുമ്പോൾ ബൈക്കും പോകുമ്പോൾ 8ന്റെ പണി തിരിച്ചു വരുമ്പോ കിട്ടാറുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ജിഷ്ണേട്ടന്റെ കാറ് കൊടുത്തിട്ടുണ്ട്. 4 കവർ തലയിലും 2 കവർ കയ്യിലൊക്കെ കയറ്റി വരാം. അപ്പൊ ഒക്കെ ഞാൻ ഏറ്റി വരണല്ലോ. അപ്പൊ നമ്മള് ജിഷ്ണേട്ടന്റെ ലീവാകുന്നത്. അപ്പൊ ജിഷ്ണേട്ടന്റെ കാർ എടുത്തിട്ട് വിൻഷേട്ടൻ പോന്നേക്കുന്നത് വരുമ്പോ. അപ്പൊ നമ്മള് കാറിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ വെയിലൊന്നും കൊള്ളാമല്ലോ, നല്ല രീതിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോവാട്ടോ. സൺസ്ക്രീനോ അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറിയാലും ചൂടിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഉള്ളിൽ കയറിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഇവിടെ കൊപ്പം പട്ടാമ്പി കഴിഞ്ഞിട്ട് നമുക്ക് പോകണമല്ലോ. അപ്പം അത്യാവശ്യം കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കാനുണ്ടായിരുന്നു. അതിനാണ് വർത്താനൊക്കെ പറഞ്ഞത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. സാധനങ്ങൾ വാങ്ങാം. ഇവിടെ പട്ടാമ്പിലുള്ളവർക്ക് പറയുണ്ടാവും അല്ലേ, കൊപ്പം സിനിമയ്ക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടാവും. കാരണം നമ്മൾ അന്ന് ഇവരുടെ കൂടെ ഏത് സിനിമ കാണാൻ പോയത്, അങ്ങനെയാണ് നമ്മളവിടെ കണ്ടത് അല്ലേ. സിനിമ നമ്മൾ ഏതാ പോയത് ഇവരെ കൂടിയിട്ട്, ജിഷ്ണുവേട്ടനും ഇവരെ എല്ലാരും കൂടിയിട്ട് ലാസ്റ്റിന് മുന്നേ തോന്നുന്നു. നമ്മൾ കൊപ്പ എത്തിയിട്ടാ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ഗിവ് അവേക്കുള്ള ഗിഫ്റ്റും കൂടി നോക്കാന്നുള്ളൊരു പ്ലാനിലാണ്. കൊപ്പല്ല കൊപ്പം, കുപ്പിയിലെത്തി പറഞ്ഞ പോലെ. ഞങ്ങള് സബ്സ്ക്രൈബേഴ്സിന് കൂടിപ്പോയി സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റും കൂടി നോക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടാ. അല്ലെ, സോറി സബ്സ്ക്രൈബേഴ്സിനല്ല, ഗിവ് അവേയിലെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റും കൂടി നോക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിലാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഒരു വിവരവും ഇല്ല. അതാണ് നമ്മൾ ഇത്ര ലാഗായത്. അല്ലെങ്കിൽ നമ്മളിത് സുഖമായിരുന്നു വേഗം അയച്ചു കൊടുക്കാടുന്നു. 2 പേരാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള കമന്റ് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മളിങ്ങനെ ഷോർട്സ് കാണുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോ വെറുതെ നമ്മൾ ഗിവ് അവേ കാണുമ്പോ അങ്ങനെ അടിച്ചൊരു കമന്റാണ് എനിക്ക് കമന്റ് കണ്ടപ്പോ തോന്നി. പക്ഷെ നമുക്ക് ആള് മാത്രം കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്തായാലും കോണ്ടാക്ട് ചെയ്ത 2 ആൾക്കുള്ള ഗിഫ്റ്റും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാളെത്തിട്ടോ ഗൈസ്, അവിടെ ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ. വിൻഷേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. പാർക്ക് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പോയിട്ട് അപ്പം ഞാൻ ഇവിടേക്ക് എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം ഫിലിമിനാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്. അന്ന് നമ്മൾ രാത്രിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ തിയേറ്ററിൽ കയറി തിരിച്ച് പോരുമല്ലോ ചെയ്തത്. അപ്പോൾ ഇതേ മെഗാ സെയിലിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട സിസോ എന്ന് പറഞ്ഞ ഇതിലേക്കാട്ടോ നമ്മൾ പോണത്. ഒപ്പം പെരിന്തൽമണ്ണ റോഡിനാണ് വരുന്നത്. ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാട്ടോ വരുന്നത്. റൈറ്റ് സൈഡിലായിട്ടാണ് ഈ മാള് വരിക കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം കയറിയിട്ട് സാധനങ്ങൾ നോക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ കുറേ കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണാണ്ട് കേട്ടോ. അപ്പോൾ തേജുവിൻ്റെ കണ്ണാണെങ്കിൽ അങ്ങോട്ടാണ് കൂടുതലും പോണത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് എന്തെങ്കിലും ഫ്രൂട്ടി വേണം, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ഇത് ഇവിടേക്കാണ് നമ്മൾ പോവാൻ നിൽക്കണത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഇവരുടെ തന്നെ സിസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വിൻഷേട്ടതേ എന്തോ ജ്യൂസോ എന്തോ ഐറ്റം വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം സാധനങ്ങൾ വാങ്ങാൻ കയറി. കാരണം അവൻ കുറച്ചേരം ഒതുങ്ങി നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ നടന്ന് അവന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള
സാധനങ്ങളൊക്കെ അവൻ കൈയിട്ട് വരും. വേറൊന്നുമല്ല, അതിന് മാത്രം സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധ ഐറ്റംസ് മൊത്തം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു പുതിയ വീട് വെച്ചിട്ട് മാറുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടോ. കാരണം കിച്ചണിലേക്ക് ഉള്ളതായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഹോം ഡെക്കർ. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഞാൻ എത്രത്തോളം ഹോം ഡെക്കർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന്. അപ്പോൾ എൻ്റെ കണ്ണ് കൂടുതലായിട്ട് ഇത് ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതൊക്കെ വാങ്ങണം എന്നുള്ളൊരു പ്ലാനിലല്ല വന്നത്. നമ്മൾ മെയിനായിട്ട് നമുക്ക് തേജുവിന് കുറച്ച് സാധനങ്ങൾ നോക്കണം, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് വീട്ടിലേക്ക് വേണ്ട ഐറ്റംസും, പിന്നെ നമ്മുടെ വീണ്ടും സബ്സ്ക്രൈബർ തന്നെ ഞാൻ പറയണത് നമ്മുടെ എന്താ ഗിവവേയിലുള്ള നമ്മുടെ വിൻ ചെയ്ത ഇവർക്കുള്ള ഗിഫ്റ്റും കൂടി നോക്കാൻ എന്നുള്ളൊരു പ്ലാനിലാട്ടോ വന്നിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഗിഫ്റ്റിനൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതൊക്കെ നോക്കാൻ വന്നിട്ട് ഇവിടെ നടന്ന് കാണുമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് കളക്ഷൻ, ബാഗായിക്കോട്ടെ, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണണത്. പിന്നെ പൗച്ച്, ഏറ്റവും മെയിനായിട്ട് ഇവിടെ ഓഫർ എന്ന് നമ്മൾ കേട്ടത് എന്താണെന്നറിയോ, പിള്ളേർക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആവാറായില്ലേ, അപ്പോൾ അതിൻ്റെയാണ് മെയിനായിട്ട് ഇവർ ഓഫർ വെച്ചിട്ടുള്ളത്. ബുക്സ്, ബാഗ്, ഇങ്ങനത്തെ പെൻസില്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ്, സ്കൂൾ പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസും കേട്ടോ 25% ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 35% ഓഫറിനും ഉണ്ട് ഓരോ ഐറ്റംസ്. അപ്പോൾ ഇവൻ തേജു ആണെങ്കിൽ മെയിനായിട്ട് പെൻസില്, റബ്ബർ, ഇത് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ക്രേസാണ് അവന്. പേന, പെൻസിൽ എന്നൊക്കെ പറയുമ്പോൾ അതും ഇതുപോലെ ഇങ്ങനെ പിള്ളേർക്ക് ആകർഷിക്കണ രീതിയിലുള്ള ഐറ്റംസ് ഇല്ലേ, അത് കേട്ടോ. പിന്നെ ഇതെന്താ ഐറ്റം എന്നറിയോ, ഇത് പൗച്ചാണ്, പക്ഷെ ബനാന പോലെ ഇത് നടുക്ക് സിബൊക്കെ ആയിട്ട് പൗച്ച് മോഡൽ ബനാന ആ ഒരു ടൈപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ഒരുപാടുണ്ട്, നമുക്കിപ്പോൾ ഇതെങ്ങനെ പറയാം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അത്രയും ഫില്ല് ചെയ്തിട്ടാണ് എല്ലാതും ഇരിക്കുന്നത് കേട്ടോ. ബാഗ്, ഹാൻഡ് ബാഗിൻ്റെ കളക്ഷനൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഞാൻ ഓടിച്ചെന്ന് വിൻചേട്ടൻ പറഞ്ഞു, നീ നടന്ന് കാണാൻ വരട്ടെ, നമ്മളിങ്ങോട്ട് വന്നിക്കണത് എന്തിനാന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ചിട്ട് ഗിഫ്റ്റിൻ്റെ ഐറ്റംസിലേക്ക് കൊടുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഹോം ഡെക്കർ, നമുക്ക് വീട്ടിലേക്കൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് റേറ്റ് ആകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കണത്. കാരണം ഞാൻ നമ്മുടെ എന്താ പറയുക വിന്നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് റേറ്റിൻ്റെ പ്രതീക്ഷിക്കരുത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, നമുക്ക് ഇത്ര 100K ആയതിൻ്റെ സന്തോഷത്തിന് നമ്മൾ വെച്ചൊരു ഇതാണല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിനുള്ളിൽ കയറിപ്പോൾ എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടണില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, നല്ലത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നോക്കാമെന്നുള്ളൊരു പ്ലാനിലല്ലോ. പക്ഷെ ഒരുപാട് ഇങ്ങനെ കാണുമ്പോഴേ നമുക്കിതിൽ നിന്ന് എന്തെടുക്കണം, എങ്ങനത്തെ കൊടുക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് കണ്ടാൽ ഞാൻ വീഡിയോ എടുക്കാണ്ട് പോരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ കുഞ്ഞ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. തേജു ആണെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എവിടെ പർച്ചേസിങ്ങിന് പോയാലും ആദ്യം ഈ ഇതെടുത്തിട്ട് അവൻ ഇറങ്ങും കേട്ടോ. അവൻ്റേതായ ആ പർച്ചേസിങ്ങിലേക്ക് അവൻ ഇറങ്ങും, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്കിവിടെ കൂടുതൽ ഞാൻ ടച്ച് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഒരു വെറൈറ്റി ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോൾ പിള്ളേരുടെ പൗച്ച് ഒക്കെ കണ്ടില്ല, ഒരു വെറൈറ്റി ടൈപ്പിലാണ് എല്ലാതും. ഇപ്പോൾ കുട്ടികൾക്കുള്ളതായാൽ അവരെ ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്. മെയിനായിട്ട് ഓഫർ കേട്ടോ, ഓഫറിൽ ഒക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ. ഇത് പിള്ളേർക്ക് കളിക്കണത് തോന്നുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഞാനുണ്ടല്ലോ ഈ ഒരു സംഭവം കുറേ നേരം കണ്ട 5% ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ രീതിക്ക് അവർ ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫർ റേറ്റ് അത്രയും കുറയുന്നുണ്ട്. ഇതൊക്കെ ഓഫർ ആട്ടോ, 30% ഓഫറിലാണ് ഈ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കണത്. പ്ലേറ്റ്സ് മാത്രമല്ല കേട്ടോ, കപ്പ്, സോസർ, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഇവിടുത്തെ എന്താ പറയുക, അവരുടെ സർവീസും അത്ര നല്ല സർവീസാണ്, നല്ല രീതിക്കാട്ടോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നതും. നമ്മളൊക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒപ്പം നടന്ന് എല്ലാത്തിൻ്റെ റേറ്റും ഓഫർ റേറ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നി. പിന്നെ ഇതൊക്കെ പിള്ളേർക്കുള്ളതാട്ടോ, ഇതൊക്കെ ടിഫിൻ ബോക്സിൻ്റെ ആണോ. ഈ ടിഫിൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കളക്ഷനൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. ഇതൊക്കെ ഓഫറാണ്, 20% ഓഫർ ഉണ്ട്. ഇതിൽ ഞാനൊരു ബോക്സ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ എത്ര 250 200 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് വിൻചേട്ടനോട് പറയണ്ടായി, ഇപ്പോൾ ഇത് എത്ര ഉണ്ടോ 216 കേട്ടോ. ഈ ഒരു റേറ്റിന് ഇങ്ങനത്തെ നല്ല ടിഫിൻ ബോക്സ് ഒക്കെ കിട്ടുക പറഞ്ഞാൽ അത് ഭയങ്കര. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇപ്പോൾ തേജപ്പിനെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ ഏതൊരു മാളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നാമത് തൊട്ട് നമ്മളെങ്ങനെയായാലും ഓഫർ എവിടെ ഉണ്ടോ അവിടെ ഞങ്ങൾ എത്താറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ വേഗം ചെന്നിട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ.
എന്നാലും നമ്മൾ ജസ്റ്റ് എല്ലാത്തിനും റേറ്റും അപ്പോൾ നമ്മൾ അങ്ങനെയല്ലോ, നമ്മൾ എവിടെ പോയാലും എന്ത് വാങ്ങുമ്പോഴും റേറ്റ് നമ്മൾ നന്നായി കാൽക്കുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കൂട്ടെ. ഞാൻ അങ്ങനെയാണ്, ഒരുപാട് റേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായി, ഇത്ര റേറ്റിൻ്റെ വാങ്ങണോ എന്ന് ഞാൻ നന്നായി ചിന്തിക്കും കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര റേറ്റ് കുറവ് തോന്നി. ഓരോ ബോട്ടിൽസ് ആയിക്കോട്ടെ, നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കളക്ഷനൊന്നും ഒരു രക്ഷയില്ല, വെറൈറ്റി ആയിട്ട് തന്നെ നല്ല കളക്ഷനും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ് ടു 50%, അതുപോലെ തന്നെ 25, 30 ഇങ്ങനെയൊക്കെയാണ് അവർ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവർക്ക് ഓൺലൈൻ ആയിട്ടും കൂടി ഉണ്ട്, വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഓൺലൈനായിട്ട് ഇവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിലും കൂടിയിട്ട് കേരളത്തിൽ പുറത്താണെങ്കിലും ഇത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തോളാട്ടാ. പിന്നെ ഇത് ഇങ്ങനത്തെ കുഞ്ഞ് ഫ്രെയിംസ് മോഡല് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ്. കുട്ടികളെ എനിക്കിങ്ങനെ ശരിക്കും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോ കുഞ്ഞു ബോട്ടിൽസ് ആണ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ബഡ്സ് ഇല്ലേ, നമ്മുടെ ബഡ്സ് മീൻസ് നമ്മളിങ്ങനെ ചെവിട്ടിലിടില്ലേ, മറ്റേ ബഡ്സ് അല്ല കേട്ടോ. ആ ഒരു പാക്ക് ഞാൻ കണ്ടു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവർ ഭയങ്കര എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കിലൊക്കെയാണ് ഓരോ ഐറ്റംസും. ചെറിയ ഐറ്റംസ് ആയിക്കോട്ടെ, അതൊക്കെ ഒരു പ്രീമിയം ലുക്കിലാണ് അവർ സെറ്റ് ചെയ്യണത് കേട്ടോ. ബഡ്സ് ഇട്ടേക്കണ പാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതെന്താ വെച്ചാല് ഇതെന്താണത് നീ വാങ്ങിയത് കളിക്കാൻ ഈ ഒരു സംഭവം? എടുത്ത് കാണിക്കില്ല, അത് എങ്ങനെ കളിക്കാം? അതെന്താ വെച്ചാലേ എനിക്ക് അറിയില്ല കേട്ടോ. ഇവനാണ് ഇങ്ങനെ കവർന്ന് എടുത്ത് അതിങ്ങനെ എന്തോ സെറ്റ് ചെയ്യണ ഒരു കളിപ്പാട്ടാണ് കേട്ടോ. അവ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കെറ്റിൽ മോഡലാണ്, നമ്മൾ യൂസ് ചെയ്യണില്ല. വലിയ ടൈപ്പും ചെറിയ ടൈപ്പും ഒക്കെ ആയിട്ടുള്ള കെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ വിൻഷാട്ട് എടുത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് തേജു ഞാൻ നേരത്തെ കാണിച്ചെന്ന കളിപ്പാട്ടുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവന് ഞാൻ പറഞ്ഞില്ല, ചെറിയ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഒരുപാടുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ളത്. ഇതൊക്കെ മെയിനായിട്ട് അത് കളിപ്പാട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഫാൻസി ഐറ്റംസ് അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഗിഫ്റ്റ് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാട്ടോ. കളക്ഷൻസ് കണ്ടപ്പോൾ ഒരുപാടായിട്ട് ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഇത് മറ്റേ കീ ചെയിൻ ആട്ടോ. കീ ചെയിൻ വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. കീ ചെയിൻ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കീ ചെയിൻ ഒന്നും വാങ്ങാൻ നിൽക്കണ്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടത് ഇതൊക്കെ കുഞ്ഞിലെ എന്ന് പറയാ പെൺകുട്ടികൾക്കുള്ള കീ ചെയിൻ ആയിരുന്നു കേട്ടോ. കൂടുതലും മോളിലായിട്ട് പുലി ഉണ്ടായിരുന്നു കേട്ടോ മോളില് ടോപ്പിലായിട്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ചെറിയ ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെറിയ കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ബെൻസ് അങ്ങനെ ഫാൻസി ഐറ്റംസും നമുക്ക് കളക്ഷന് ഒരു കുറവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തേജു പിന്നെ കൂടുതലും പോയിക്കുന്നത് കളിപ്പാട്ടങ്ങളുടെ ഇടയിലേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കപ്പുകൾ, വെറൈറ്റി കപ്പുകൾ ഉണ്ട്, വലിയതായിട്ടും ചെറിയ മോഡൽസ് ആയിട്ടും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ തേജു നീ പറഞ്ഞത് ബാഗ്, തേജു ഇപ്പൊ 2-3 ദിവസമായിട്ട് പറയണ ഒരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ ഉന്തി വലിച്ചു നിറക്കണ ബാഗ്. പക്ഷെ ഞങ്ങളിത് വാങ്ങണം. തേജു ഇത് കുറെ നാളായിട്ട് ഈ ഒരു ടൈപ്പ് ബാഗ് പറയണു. പക്ഷെ ഇത് നമുക്ക് സ്കൂളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. പിന്നെ അത് കുറച്ചേരം വലിച്ചപ്പോൾ ഇത് വേണ്ട, ഈ മോഡൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു കേട്ടോ. അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ വരിക എന്തായാലും ഈ ഒരു മോഡൽ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഇങ്ങനെ കപ്പ് ഞാൻ പറഞ്ഞല്ലോ മുന്നിൽ കാണിച്ചെന്നു ഒരു സെക്ഷനില്. പക്ഷെ വേറെ സെക്ഷനിൽ ഇതേ വേറെ ടൈപ്പ് മോഡലിലും കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ റേറ്റിനനുസരിച്ചിട്ട് തോന്നുന്നു, ഓഫർ റേറ്റിലുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല കളക്ഷനാട്ടോ. എന്താ പറയാ, നമ്മൾ അമ്മമാരെന്നെ ഒക്കെ കൂട്ടി വന്നാണ്ടല്ലോ, അവരിറങ്ങിയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ഞാൻ പോലും ഇറങ്ങാൻ നിന്നില്ലേ, ഞാൻ പോലും ഇങ്ങനെ നടന്ന് ഓരോന്നുണ്ടാവും, ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട് വാങ്ങണമെന്നും എന്നുള്ള മൈൻഡിലാണ്. അപ്പം അതേപോലെ ആയിരിക്കും നമ്മൾ അമ്മമാരെന്നൊക്കെ കൂട്ടി വന്ന് അവരിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല, ഒരു ഡൗട്ടും ഇല്ല അതിൽ കേട്ടോ. കാരണം എല്ലാ ഐറ്റംസും ഉണ്ട്, നമുക്കൊന്നും പുറത്തേക്ക് പിന്നെ ഇറങ്ങേണ്ടി വരില്ല. ഈ മാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പുതിയ വീട് വെച്ച് മാറുന്നവരാണെങ്കിൽ
അങ്ങനെയൊന്നും മാത്രമല്ല, നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ എന്താ പറയണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ ഞാൻ ഇത്രയും കൂടി കരുതി വന്നിടുന്നു എന്നുള്ളൊരു പ്ലാനിലാട്ടോ ഞാൻ ഓരോന്നും നടന്ന് നോക്കണത്. ഇടയിലിടയിൽ ഞാൻ കാര്യം മറക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്നുള്ളത്. അപ്പോൾ വിൻഷേട്ട് ഇടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കും, ഡി നീ ഗിഫ്റ്റ് നോക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഓരോന്നായി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ പറഞ്ഞു കേട്ടോ, ഗിഫ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കൊറിയർ സർവീസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഗിഫ്റ്റ് അയക്കണമെങ്കിൽ നമ്മളിത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ അയക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് എന്താണോ വേണ്ടത് വെച്ചാൽ ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആർക്കാണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവർ തന്നെ പാക്ക് ചെയ്ത് സേഫായിട്ട് അത്രയും സെക്യൂർ ആയിട്ട് ഇവർ DTTC ത്രൂവോ എങ്ങനെയാണെങ്കിലും ഇവർ ഗിഫ്റ്റ് അയക്കും. നമുക്കൊന്നും അറിയേണ്ടി വരില്ല കേട്ടോ. നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഗിഫ്റ്റിൻ്റെയും ആ ഷിപ്പിംഗ് പേയ്മെൻറ്റും കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യം ഇവർ കവർ ചെയ്യലും എല്ലാതും അത്രയും സെക്യൂർ ആയിട്ട്, കാരണം പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർ അയക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ തേജ് വന്നിട്ട് ചോദിക്കുകയാണേ, അമ്മേ ഈ കോഴി കുറേ മുട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് മുട്ട ആ കോഴിക്ക് കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ ഡൗട്ട് ചോദിക്കണത് കേട്ടോ. അപ്പം ഈ കോഴി മുട്ടടാത്ത് ഇതിന്ന് കുറച്ച് മുട്ട അതിന് കൊടുക്ക്, നമുക്ക് എടുത്ത് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. സ്കൂൾ ഐറ്റംസിന് 25% ഓഫറായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. 25% എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരിക്കലും കാണരുത്, അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാട്ടോ എല്ലാ ഐറ്റംസും വരുന്നത്. എനിക്ക് ടിഫിൻ ബോക്സ് ഭയങ്കര ക്രൈസാണ് കേട്ടോ. പണ്ടും അതെ ഇപ്പോഴും അതെ, ഞാൻ എല്ലാ ബോക്സും തുറന്ന് നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കുകയായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ കേട്ടോ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, പെരിന്തൽമണ്ണ റോഡിന് കേട്ടോ, പട്ടാമ്പിയിൽ നിന്ന് കൊപ്പം പെരിന്തൽമണ്ണ റോഡിന് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ, റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ അതേ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയത് ഇനി ബില്ല് ചെയ്യാൻ നോക്കണമല്ലോ. പിന്നെ കൊറിയർ സർവീസ് ഇവരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാട്ടോ ചെയ്തത്, അവർ പാക്ക് ചെയ്ത് അയക്കുവേ. പിന്നെ ഞാൻ വീണ്ടും ചെന്ന് നോക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെക്ഷനിലേക്ക് ആട്ടോ. ഇത് ഭയങ്കര രസം, ഇതൊക്കെ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലുള്ള ഐറ്റംസ് തന്നെയാട്ടോ. ഞാൻ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ നല്ല കൺഫ്യൂഷൻ ആയിട്ടോ, ഈ ഒരു ഐറ്റം എടുക്കണോ അതോ ഇങ്ങനത്തെ കണ്ടില്ല വയലറ്റ് വൈറ്റ് കളറ് പിന്നെ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ എടുക്കണമെന്ന്. പക്ഷേ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പീസ് നമുക്ക് പൊതുവേ കിട്ടാറില്ലല്ലോ, കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ VS ഫാമിലി നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് നമ്മളിതേ ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു 2 പീസാട്ടോ നമ്മൾ എടുത്തേക്കണത്. ഇതിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക എംബ്ലം അല്ല, നമ്മുടെ ആ ഫാമിലി നമ്മുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ ആ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മൽ കളക്ഷൻ ഞാൻ കാണിച്ചില്ല നേരത്തെ, പക്ഷേ എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് എടുത്തേക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അതൊക്കെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും. നമ്മുടെ തേജുവിന് വാങ്ങിയ ഐറ്റംസും പിന്നെ അതേ എന്താ പറയുക തേജുവിന് ഓവറായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ചെറുകിട ഐറ്റംസാണ്, അവന് വേണ്ട കുറച്ച് കളിപ്പാട്ടും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതേ മെയിനായിട്ട് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനുള്ള 2 ഇതാണ് കേട്ടോ. എന്നിട്ട് നമ്മളതെല്ലാം വാങ്ങി വിൻഷാട്ട് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓഫറുള്ള കാരണം നമുക്ക് അത്ര ഓവർ ബില്ലോ കാര്യങ്ങളോ ഒന്നും വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത്ര ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് കരുതി വന്നിടുന്നു എന്നൊക്കെയായിരുന്നു ഞാൻ വിൻഷാട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വിന്നേഴ്സ് എന്തായാലും കിട്ടുമ്പോൾ കാണുമല്ലോ, അപ്പോൾ ബാക്കി സബ്സ്ക്രൈബേഴ്സും കൂടി കണ്ടോട്ടേ വെച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു അടിപൊളി സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടേക്കാട്ടോ നമ്മൾ പോയത്. ഒരു രക്ഷയില്ല. VR സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ ഒരു സെക്ഷൻ്റെ നെയിം കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഷേട്ടൻ ചെന്നിട്ട് ആദ്യം തേജും വിൻഷേട്ടനും കൂടി കയറി ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമുക്ക് പിള്ളേർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രീതിക്ക് പറ്റും. വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതേ തേജു ഫസ്റ്റ് ഓടിച്ച് ചെന്നിട്ട് ബൈക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോണ്ടല്ലോ വേറെ കുറച്ച് പിള്ളേർ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ കൂവലും ചീറലും ഈ സൗണ്ടുകളൊക്കെ കേട്ടിട്ടാട്ടോ നോക്കിയത്. കുറേ നേരം ഞങ്ങൾ നന്നായി ആസ്വദിച്ചു കേട്ടോ അവരുടെ ആ ഒരു ഗെയിമിങ്. കാരണം അവരിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് അവരിങ്ങനെ ആ വിഷൻ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യല്ലേ, അപ്പോൾ അത് കുറച്ച് നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇതേ തേജപ്പതേ നടന്ന് എല്ലാ ഗെയിംസിലും കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മായ ലോകം തന്നെ പറയാം. ഈ മാളിൽ വന്നിട്ട് ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വരിക കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത് കുറച്ച് ഫർണിച്ചർ ഐറ്റംസ് നോക്കാനായിരുന്നു കേട്ടോ. ഫർണീസോ ഹോം ഡെക്കർ എന്നാണ് ഈ ഒരു സെക്ഷൻ അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഈ സോഫയുടെ കളക്ഷൻ നല്ല വെറൈറ്റി മോഡലിലുള്ള കളക്ഷൻ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടമായ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇവിടെ ഈ ഒരു സോഫയുടെ സെക്ഷൻ നല്ല എന്താ പറയുക നല്ല പ്രീമിയം ക്വാളിറ്റി
വെറൈറ്റിയിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ കുഞ്ഞ് ടേബിൾസ്, നമുക്ക് ടീ കുടിക്കാനൊക്കെ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ വലിയ ടേബിൾസും, അങ്ങനെ അത് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാണല്ലോ, പുതിയ വീടൊക്കെ വെച്ച് മാറുന്നവരാണെങ്കിൽ ഈ മാളിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എന്താ പറയുക, നമുക്ക് ഒന്നിനും ഒരു കുറവില്ലാണ്ട് എല്ലാം ഇവിടുന്ന് തന്നെ എടുത്തു പോവാം. പിന്നെ ഇതേ സ്റ്റഡി ടേബിൾ ആട്ടോ, അത് തേജു പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ ലവറാണല്ലോ. അപ്പോൾ തേജു ഇങ്ങനെ വെറൈറ്റി സ്റ്റഡി ടേബിൾസ്, ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ള ടേബിളായിരുന്നു കേട്ടോ ആ ഒരു സ്റ്റഡി ടേബിളൊക്കെ. ഇതിൽ തന്നെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചെയറൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലുക്ക് തരുന്നുണ്ട് കേട്ടോ ഇവർ ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കണത്. ഇങ്ങനത്തെ ഫർണിച്ചർ ഐറ്റംസ്, മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഇത് മാത്രമല്ല കട്ടില്, പിന്നെ ബെഡ്, അങ്ങനത്തെ സെറ്റ് ആയിട്ടുള്ള ഐറ്റംസും വരുന്നുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ. ഇത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ അങ്ങനത്തെ മോഡലല്ല, ഇത് കുറച്ച് വേറെ നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, വേറൊരു ലുക്കായിട്ട് എനിക്കിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തോന്നിയത്. മെയിനായിട്ട് നമുക്ക് ഹോട്ടലിലേക്ക് ആയിക്കോട്ടെ, നമുക്ക് വീട്ടിലേക്ക് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ഓഫീസ് ടൈപ്പ് ടേബിൾസും കാര്യങ്ങളും ചെയറും എല്ലാം അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ വരുന്നതാട്ടോ. നമുക്ക് ഓഫീസിലേക്കുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ടേബിളും ചെയറും എല്ലാതും വരുന്നത്. പിന്നെ ജെൻസിനുള്ള ടീഷർട്ട് ഐറ്റംസ് ആട്ടോ ഇതൊക്കെ 50% ഓഫറിലാട്ടോ വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ. വിൻഷേട്ടനാണെങ്കിൽ എല്ലാവരും കളിയാക്കുമല്ലോ, നിങ്ങളെല്ലാവരും പറയും വിൻഷേട്ടൻ ബ്ലാക്ക് വിട്ട് കളിയില്ലേന്ന്. സത്യം കേട്ടോ, ഇവിടെ ചെന്നപ്പോൾ അതെ ബ്ലാക്ക് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ടീഷർട്ടാണ് സംഭവം. ഞാനും ചോദിക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് അല്ലാണ്ട് വേറെ കളർ നോക്ക് വിൻഷേട്ടാണ്. പക്ഷേ ഈ ബ്ലാക്ക് ടീഷർട്ട് കണ്ട വിൻഷേട്ടൻ അത് വിടില്ല കയ്യിൽ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി, അത്യാവശ്യം സ്ട്രക്ചർ ടൈപ്പിൽ വരുന്നതാട്ടോ. 50% ഓഫറിലൊക്കെ നല്ല ലാഭമാണെന്ന് കേട്ടോ വിൻഷേട്ടൻ പറയണത്. പിന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിൻഷേട്ടനെ കേട്ടോ സെലക്ട് ചെയ്ത ആള്. പിന്നെ ഇത് നമ്മൾ കാറിലൊക്കെ പോകുമ്പോണ്ടല്ലോ, നമുക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ വേദന ഉണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമൊക്കെ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കി. ഇത് പിന്നെ കണ്ണിൻ്റെ അവിടെ വെക്കാനും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. പിന്നെ അവർക്ക് സിൻഡിക്കേറ്റിൽ മാത്രമല്ല കേട്ടോ, പാലക്കാട് ലുലു മാളിൽ ബ്രാഞ്ച് ഉണ്ട്, കാക്കനാട് ഉണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരും 2 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരാരും ഈ ഓഫർ മിസ്സാക്കണ്ട കേട്ടോ. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കാറിൽ കയറി പോവാൻ നോക്കാണ് കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ നമ്മൾ തന്നെ. അപ്പൊ ഗൈസ്, നമ്മള് സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം വിചാരിച്ചു കാണിക്കണില്ല എന്നല്ലേ, പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കാണിക്കണ്ടേ, ഇതിപ്പോൾ കിട്ടുമ്പോൾ അവർക്ക് മാത്രമല്ല സബ്സ്ക്രൈബറിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് സർപ്രൈസ് ആയിട്ട് എന്നാണ് കേട്ടോ. നമ്മൾ ഇതിലെ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല എന്നായിരുന്നു പ്ലാൻ. തേജ് സൗണ്ടാക്കി. പക്ഷേ വില വിന്നേഴ്സിന് മാത്രമല്ല കിട്ടുമ്പോൾ കാണുള്ളൂ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബാക്കിയുള്ളവർ കാണില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയെന്ന വീഡിയോ അതെടുക്കാമെന്ന്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടമായോ ഇല്ലയെന്ന് നമ്മുടെ ഗിഫ്റ്റ്. ഞങ്ങൾ പറഞ്ഞ വലിയ ഗിഫ്റ്റ് ഒന്നും ആവില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളതിൽ എംബ്ലമൊക്കെ ചെറുതായിട്ട്, എംബ്ലമല്ല യൂട്യൂബിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗിഫ്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ജമ്മു ഒന്നും പറയാ രക്ഷയില്ല കേട്ടോ. കളക്ഷൻ ഉണ്ട്. ഇപ്പൊ ഫർണിച്ചർ ആയാലും കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് കുട്ടികൾക്ക് കണ്ടമാനം കേട്ടോ. മെയിൻ ആയിട്ട് പിള്ളേർക്ക് വന്ന ഇതിലിപ്പോ വന്നതിൽ കൂടുതൽ ഇതായിട്ട് തേജൂരാവും അല്ലെ, നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇഷ്ടമായി തീവണ്ടിക്ക് എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? എല്ലാം പിള്ളേർക്കൊക്കെ വന്നപ്പോ എല്ലാവർക്കും ശരിക്കും ഞങ്ങളെ മാളിലേക്ക് വരുമ്പോ സിനിമ കാണുന്നു പോണു അത്രേ ഉള്ളൂ. പക്ഷെ അല്ലെ, പിന്നെ അതല്ല നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കണ്ടമാനം സാധനങ്ങളുണ്ട് കളിക്കാൻ. സാധാരണ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ട്രെയിനിന്റെ പിന്നാലെ 4-5 കുട്ടികൾ പിന്നാലെ ഉണ്ടാവും. അപ്പൊ അപ്പുറത്ത് സാധനങ്ങൾ കുറവായിട്ടായിരിക്കാം. പക്ഷെ ഇതില് കുറെ കണ്ടമാനം സാധനങ്ങൾ കളിക്കേണ്ട പിള്ളേർക്ക്. എന്നാലും സൂപ്പറാണ്, നല്ല എന്റർടൈൻമെന്റ് പിള്ളേർക്ക്. ഇപ്പൊ ഞങ്ങൾക്കായാലും കളിച്ചു അവിടെ പോയിട്ട് അത് എല്ലാവർക്കും പറ്റും. നമ്മളെ പിള്ളേർക്കല്ല, പിന്നെ എന്റെ ഫോക്കസ് കൂടുതലും പോയത് ഹോം ഡെക്കറേഷൻസ്, ഫർണിച്ചേഴ്സ്. ഞാൻ ഫുൾ അതിലേക്ക് പോയിട്ടോ. തേജുവിന് എന്താ ഇഷ്ടമായെന്ന് വെച്ചാൽ സ്റ്റെപ്പില്ലേ,
നമ്മുടെ എന്താ പറയാ ഇങ്ങനെ കട്ടില് മോളിലേക്ക് സ്റ്റെപ്പ് കേറിയിട്ട് കിടക്കണത് കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ആകർഷിക്കുന്ന സാധനങ്ങൾ അതൊക്കെയാലോ. അവനത് ഭയങ്കര കാര്യനോട് അമ്മ നമുക്ക് ഇത് വാങ്ങിപ്പോ അത് വാങ്ങിപ്പോന്ന് വെച്ചിട്ടാ പോയത്. പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ ആ ടേബിള്, അയ്യോ ടേബിൾസും കാര്യങ്ങളും ഒരു രക്ഷയില്ല. നല്ല കളക്ഷൻസ്, വെറൈറ്റി പ്രീമിയം ടൈപ്പ് അല്ലെ, പ്രീമിയം ടൈപ്പ് സാധനങ്ങളാണ് അല്ല പ്രീമിയം ടൈപ്പ് ഐറ്റംസ് ആണ്. കണ്ടാ ഭയങ്കര ലുക്ക് ഐറ്റംസ്. പിന്നെ എല്ലാം കൊണ്ടും പൊളി സാധനം. എന്തോ ഒരു എവിടെയോ ഏതൊരു ലോകത്തെത്തിയ പോലെ കേട്ടോ അതിന്റെ ഉള്ളിൽ കയറിപ്പോ എല്ലാ ഐറ്റംസും. മറ്റേത് എന്തെങ്കിലും വെച്ചാൽ ഫർണിച്ചറിന് വേറെ ഷോപ്പ് പോകണം, നടക്കണം. പിന്നെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങണമെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. ഇത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേറെ പോകണം. ഇത് കുട്ടികൾക്കായാലും കുറച്ചു നേരം കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് നമ്മളിങ്ങോട്ട് പോന്നാലും നമുക്ക് കുഴപ്പമില്ല. അത്രയും ടൈം മറ്റേ പിള്ളേർക്ക് ചടയ്ക്കും. ഒരു ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ പിള്ളേർ പറയും അച്ഛ പോവുക അമ്മ പോവുക എന്ന് പറയും. ഇതാവുമ്പോ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അവിടെ പിള്ളേർ അത്രയും മറ്റേ തേജുവിന്റെ മുഖമൊക്കെ വാടും. ഇപ്പൊ തേജുവിന്റെ മുഖം നോക്കി നോക്കിയാൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല, സെറ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം അവന് കളിക്കാനും പറ്റി, ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റി, എല്ലാം ചെയ്യാൻ പറ്റി. അത് കയ്യിൽ അപ്പ പിടിച്ചിരിക്കണതാട്ടോ. അതിലേക്ക് വെച്ചിട്ടില്ല, ഡിക്കിലേക്ക് വെച്ചിട്ടില്ല. പിന്നെ മെയിൻ ഐറ്റം ഡെക്കറേഷൻ. ജമ്മു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും സംഭവം വാങ്ങണം. ഞാൻ എന്താ വെച്ചാലേ നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഓഫറിന് കണ്ടപ്പോ പോന്താട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടല്ല പോകുന്നത്, കുറച്ച് ഐറ്റംസ് ഓഫറിന് കണ്ടപ്പോ അങ്ങനെ പോന്താണ്. എങ്ങനെ ഉണ്ട് നോക്കാം. പക്ഷെ അവിടെ എത്തിയപ്പോ എനിക്ക് ആ മറ്റേ ചെടികളുടെ ഐറ്റംസ് അല്ലേ നമ്മുടെ പൈസ കുറവായുണ്ട്, അതിനുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമ്മള് നമ്മുടെ ബഡ്ജറ്റിനുള്ളതാണ്. എന്നാലും ഇത് നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് ഇത്രയൊക്കെ വാങ്ങാം. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് വിചാരിച്ച ഓഫർ മുതലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഡെക്കറേഷൻ നിങ്ങൾക്കറിയാലോ ഞാൻ എത്രത്തോളം പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ അതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സൈഡ് പട്ടാമ്പിയോ എവിടെ ഉള്ളവർക്കും വന്നാൽ ഓഫർ നടക്കുന്ന ടൈമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഓഫർ നടക്കുന്ന ടൈം ആയതുകൊണ്ട് പരമാവധി വരാൻ നോക്കിക്കോ. സ്കൂളിലെ എല്ലാ ഐറ്റംസും ഉണ്ട്. വാട്ടർ ബോട്ടിൽ ആയാലും ബുക്സ് ആയാലും പെൻസിലായാലും ടിഫിൻ ബോക്സിന് 200 സംതിങ് ഒക്കെ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്തായാലും എന്റർടൈൻമെന്റ് ആവും. അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ പോലെ. ലൊക്കേഷൻ കൊപ്പം പെരിന്തൽമണ്ണ റോഡ് സിൻഡിക്കേറ്റ് മാൾ എന്ന് പറഞ്ഞ പറയാണ്ടിരിക്കില്ലല്ലോ അല്ലെ. സിൻഡിക്കേറ്റ് മാളാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് വീട്ടിലേക്ക് പോവാൻ കേട്ടോ. എന്തായാലും ഇനി ഞങ്ങള് വീട്ടിൽ പോവാണ്. വേറെ പ്ലാൻ ഒന്നും ഇല്ലല്ലോ. ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ടല്ലോ അല്ല. അപ്പൊ ഗൈസ് നമ്മള് പോവാണ്, വീട്ടിലേക്ക് പോവാട്ടോ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വിൻചേട്ടന് കാറ് കൊണ്ടിട്ട് ജിഷ്ണേട്ടന് കൊണ്ടുകൊടുക്കണം. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ, അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും പോയി നോക്കണം കേട്ടോ. അവിടെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ എന്താ നിങ്ങൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. പക്ഷെ ജസ്റ്റ് പോയി നോക്കണം, ബെറ്റർ ആയിരിക്കും. പോയി നോക്കി നിങ്ങളൊന്നും വാങ്ങാണ്ട് അവിടെ നിന്ന് പോരില്ല. കാരണം അത്ര കളക്ഷനും കാര്യങ്ങളും. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, വാങ്ങണം എന്ന് ആരും നിർബന്ധിക്കുന്നില്ല. ഞങ്ങൾ ആ രീതിയിൽ തന്നെ പോയത്. ക്വാളിറ്റിയുള്ള കമ്പനീസ് നമ്മള് മെയിൻ ആയിട്ട് ഓഫർ എവിടെ ഉണ്ടോ അവിടെ ഞാൻ എത്തും. ഞാൻ എങ്ങനെയാണ് എവിടെ ഓഫറിന് കേട്ടോ അവിടെ നിന്ന് ചെന്ന് നോക്കിയില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പോയതാ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാട്ടോ. ഞാൻ വിളിച്ചു നീട്ടുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. ബൈ.